ഹലോ എവ്രി വൺ, എല്ലാവർക്കും തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിഫ്റ്റ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഹൈദരാബാദ്, ഡൽഹി ആൻഡ് മുംബൈ ക്യാമ്പസസിൽ അഡ്മിഷൻ നേടിയ 3 ടോപ്പേഴ്സാണ്. നമുക്ക് അവരെ മീറ്റ് ചെയ്ത് അവരുടെ ഇതുവരെയുള്ള ഡിസൈൻ ജേർണി എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചറിയാം. ഹായ് അശ്വിൻ. ഹലോ. ഗസൽ. ഹായ്. ആൻഡ് റഷിത. ഹായ്, ഞാൻ റഷിത. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇപ്പം നിഫ്റ്റ് മുംബൈയിലെ ആക്സറി ഡിസൈൻ എനിക്ക് അഡ്മിഷനായി. ഇപ്പോൾ പോകാനായിട്ട് വെയിറ്റ് ചെയ്യും. ഹായ്, എൻ്റെ പേര് ഗസൽ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. എനിക്ക് നിഫ്റ്റ് ഡൽഹിയിൽ FD ആണ് കിട്ടിയിട്ടുള്ളത്. ഹായ്, എൻ്റെ പേര് അശ്വിൻ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ്. നിഫ്റ്റ് ഹൈദരാബാദിൽ ഫാഷൻ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു തിങ്ക്. എന്ത് തോന്നുന്നു നിങ്ങളുടെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ച് തിങ്കിലെത്തിയപ്പോൾ? സന്തോഷമുണ്ട്, അതെ, സമാധാനമുണ്ട്. കോർഡിനേറ്റേഴ്സിനൊക്കെ മീറ്റ് ചെയ്തോ? മീറ്റ് ചെയ്ത് കുട്ടികളെ കണ്ടു, പുതിയ കുട്ടികളൊക്കെ കണ്ടു, സാറന്മാരെ കണ്ടു. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഫീൽഡിൽ ചൂസ് ചെയ്യാം? നേരത്തെ പാഷനേറ്റ് ആയിരുന്നു, അത് എങ്ങനെയാണ് ഡിസൈനെ പറ്റി അറിഞ്ഞത്? ഞാൻ ഡിസൈനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് ഞാൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു. +1 +2 ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് പഠിച്ചത്. എനിക്ക് എന്തായാലും എഞ്ചിനീയറിങ്ങിനോടും മെഡിസിനോടും താല്പര്യമില്ലായിരുന്നു. പിന്നെ പേരൻസ് വിട്ടു, ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാം ആദ്യം ഞാൻ അറിയുന്നത് UCED ആയിരുന്നു. UCEDന് പ്രിപ്പയർ ചെയ്തു. UCEDൻ്റെ പ്രിപ്പറേഷൻ വളരെ നമ്മളെ പുഷ് ചെയ്ത്, നമ്മളെ ലിമിറ്റിലേക്ക് പുഷ് ചെയ്ത് നമ്മളെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു അവിടെ നമുക്ക് തന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമേ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ട് എന്നെ മൂവ് ഫോർവേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഗസലിന്റെ എക്സ്പീരിയൻസ്? എൻ്റെ എക്സ്പീരിയൻസ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് അമ്മ ഒരു 4ാം ക്ലാസ് തൊട്ടേ പറയാറുള്ള സാധനം. സംഭവം എനിക്കും അമ്മയ്ക്കും ഫാഷൻ എന്ന് പറയുമ്പം ഇത്തിരി ഇഷ്ടമാണ്. ഷോപ്പിങ്ങിനൊക്കെ പോകാനും ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ ഞാൻ എന്തായാലും വേണം, എനിക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ അമ്മ എന്തായാലും വേണം. അപ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്, നിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അമ്മ ഒരിക്കലും ഞാൻ അതിന് പോകുമെന്ന് വിചാരിച്ചില്ല. വിചാരിച്ചത് അവൾ അറിഞ്ഞോട്ടെ, പക്ഷെ അവൾ അതിന് പോകത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. സയൻസ് എടുക്കണം, സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചു. ലോക്ക്ഡൗൺ ഒക്കെ ആയല്ലോ. ആ ടൈമിൽ ഐ റിയലൈസ് ദാറ്റ് എനിക്കിതിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ബാക്കിയുള്ളതിനേക്കാളും ഇതെനിക്ക് എന്തോ ഒരു കംഫേർട്ട് തരുന്നുണ്ട്, വരയ്ക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ തോന്നിയപ്പം ഇത് ചൂസ് ചെയ്തു. റഷിതയുടെ ജേർണി എന്തായിരുന്നു? എനിക്ക് ഡ്രോയിങ് ഒക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് തിയറി പഠിക്കാൻ എനിക്ക് അധികം താല്പര്യമില്ല. സോ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വേഗം കണ്ടുപിടിക്കുക എന്നായിരുന്നു. കാരണം സയൻസും ഈ എൻജിനീയറിങ്ങും അങ്ങനത്തെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം ഡിസൈൻ്റെ ഇത് അങ്ങനെ നോക്കിയപ്പം നിഫ്റ്റിൻ്റെ ഇത് കണ്ടു. നിഫ്റ്റിലെ പിള്ളേരുടെ വ്ളോഗ്സും ഒക്കെ കണ്ട് അത് എന്താണെന്ന് നോക്കി ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞു. അപ്പം തന്നെ പേരൻസ് ഗൈഡും മേടിച്ചു തന്നിട്ട് പറഞ്ഞു, ലൈക്ക് നോക്ക്, നിനക്കിത് പറ്റുവാണെങ്കിൽ നമുക്ക് പോകാം. ലൈക്ക് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ വർക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ തപ്പി എടുത്തു. തിങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡിസൈൻ എന്തായിരുന്നു? ആൻഡ് ആഫ്റ്റർ തിങ്ക് നിങ്ങൾ എന്താണ് ഡിസൈൻ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത്? തിങ്കിൽ വരുന്നതിന് മുന്നേ ഒരു യൂണിഡയറക്ഷണൽ മൂവ്മെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് തിങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു വാസ്റ്റ് ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെ NID നിഫ്റ്റ് എന്നുള്ള എക്സാം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അകപ്പാട് അറിയാവുന്ന UCED മാത്രമായിരുന്നു. IIT ബോംബെയിൽ കയറാൻ പറ്റുന്ന ഏറ്റവും ഒരു എളുപ്പമുള്ള വഴിയാണ് UCED. ബട്ട് അവിടെ കയറിയപ്പോഴാണ് നമ്മളറിയുന്നത് അത്ര സിമ്പിളല്ല ആ വഴി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതി, UCED എക്സാം എഴുതി കഴിഞ്ഞു. എനിക്കൊരു അത്യാവശ്യം നല്ല സ്കോർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും ഇതിനെ റിപ്പീറ്റ് പോകാമെന്ന് അവിടെ വെച്ചാണ് പറഞ്ഞിരുന്നു പേരൻസിന്. ഓക്കെ, അവർക്ക് ഓക്കെ ആയിരുന്നു. എന്നിട്ട് തിങ്കിൽ വന്ന് അവിടുന്ന് ബ്രൗഷേഴ്സൊക്കെ കിട്ടി. തിങ്കിൽ വന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് ഇതൊരു വാസ്റ്റ് വേൾഡാണ് അറിയുന്നത്. നമ്മൾ വിചാരിച്ച എനിക്കൊരു ചെറിയ വേൾഡല്ല, ഒരു വാസ്റ്റാണ്. ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ നല്ല ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. ഗൗതമി ചേച്ചിയൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അറിയാനും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കുറവ് എന്താണെന്ന് മനസ്സിലാക്കി എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തിങ്കിൽ വന്നതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ്. ഡിസൈൻ എന്ന് പറയുമ്പം തിങ്കി വരുന്നതിന് മുമ്പ് എനിക്ക് നിഫ്റ്റ് മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് നിഫ്റ്റാണ് എൻ്റെ സാധനം, ഫാഷനാണ് എൻ്റെ സാധനം.
അത്രേ ഉള്ളായിരുന്നു. പക്ഷേ തിങ്കി വന്നതിന് ശേഷമാണ് UCD ആയാലും NID ആയാലും കുറച്ചും കൂടെ അറിയുന്നതും NIDയിൽ പോയാൽ രസമായിരിക്കും എന്ന് തോന്നുന്നതും. UCD ആദ്യം എനിക്ക് തോന്നി IIT ഇൻഡസ്ട്രിയൽ ഡിസൈനോട് വലിയ താല്പര്യമില്ല. പക്ഷേ NID കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമായിരിക്കും. അവിടുത്തെ ക്യാമ്പസ് ലൈഫൊക്കെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ പഴയ സ്റ്റുഡൻസ് ഒക്കെ വന്ന് പറയുമ്പോഴും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഡിസൈൻ വേൾഡിനെ കുറിച്ച് കുറേ അറിയാൻ പറ്റിയത് ഇവിടെ വന്നിട്ട്. ഇവൻ പറഞ്ഞ പോലെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് തന്നത് തിങ്കാണ്. എനിക്ക് ലൈക്ക് നമ്മൾ സ്കൂളിലാകുമ്പം വരയ്ക്കുന്ന ആൾക്കാർ കുറവായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ളവർ കുറവായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും അറിയാം. പക്ഷെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴാണ് നമ്മളൊന്നും അറിയുന്നത്. കാരണം വരയ്ക്കുന്നതാവട്ടെ അറിവാവട്ടെ എല്ലാത്തിനെയും പറ്റി ആ ഒരു ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചായിരുന്നു. അപ്പം വന്നപ്പോൾ ഇങ്ങനെ നമുക്ക് പേടി, ദൈവമേ നമ്മൾ എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് വരുമ്പോൾ വരയ്ക്കുന്നതൊക്കെ നല്ല രസമായിട്ടൊക്കെ നമുക്ക് അങ്ങ് ആദ്യമൊക്കെ പേടി തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ പോകും. അപ്പം ഇത് ഒരു വളരെ ചെറിയൊരു നമ്പറാണ്, ഇതിൻ്റെ 10 ഇരട്ടിയാണ് ലൈക്ക് നിഫ്റ്റ് എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ കുറേ പേര്. അപ്പം നമുക്ക് അപ്പോഴാണ് ആ ഒരു റിയലൈസേഷൻ വരുന്നത്, ലൈക്ക് ഇത് എളുപ്പമല്ല, ഇത്രയും കോമ്പറ്റീഷനും ഇത്രയും പേരുണ്ട്. അപ്പം ഇവിടെ ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ വരുമ്പോഴും അവരുടെ ഇത് പറയുമ്പോഴും അത്രയും എഫേർട്ടും ഇടുന്നുണ്ട്. ലൈക്ക് ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇത് ഡിസൈൻ അല്ല, അത് കുഴപ്പമില്ല, പേപ്പർ. പക്ഷെ അതിൻ്റെ പുറകിലും ഒരു പടത്തിൻ്റെ പുറകിൽ ഇത്രയും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്ങിൽ ഇത്രയും നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോമ്പസിഷൻ ആവട്ടെ, പെർസ്പെക്റ്റീവ് ആവട്ടെ, ഇതിനൊക്കെ ഇത്രയും പാർട്സ് ഉണ്ടെന്നും ഒക്കെ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. ഓൾസോ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എത്ര രീതിയിൽ സോൾവ് ചെയ്യാം, എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെന്ന് അറിയുന്നതും തിങ്കിൽ വന്നിട്ടാണ്. ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ എന്ത് ആക്ടിവിറ്റീസാണ് നിങ്ങളിപ്പോൾ തമ്മിൽ നമ്മൾ ബാക്കി സ്റ്റുഡൻസിന്റെ വർക്ക് കാണുമ്പോഴായിരിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ എന്തൊക്കെ ഈവെന്റ്സ് ആണ് തിങ്കിലുണ്ടായിരുന്നത് നിങ്ങൾക്ക്? നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗതമി ചേച്ചിയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ ക്ലാസ് എടുക്കാൻ വന്നത്. ഗൗതമി ചേച്ചി ഒരു ന്യൂസ് പ്രിന്റ് ഷീറ്റിങ്ങനെ തറയിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആൾക്കാർ ഇരുത്തിരിക്കും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, 1 വീക്ക് ആയതേ ഉള്ളൂ, പോർട്രേറ്റ് വരയ്ക്കാൻ പറയും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ സ്കില്ലിൻ്റെ ലെവൽ മനസ്സിലാവുന്നത്. ബാക്കിയുള്ളവർ നമ്മളെക്കാൾ എത്ര മുന്നിലാണ്, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നമ്മളെവിടാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്കിൽ ലെവൽ എവിടെയാണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിക്രം സാറ് നമുക്ക് ഓരോന്ന് ഫ്രം ദി സ്ക്രാപ്പ് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പലതിൻ്റെ ബേസ് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ് അത് വരേണ്ടത്. പേഴ്സ്പെക്റ്റീവൊക്കെ സാറ് നല്ല രീതിയിൽ പറഞ്ഞു തരും. പേഴ്സ്പെക്റ്റീവൊക്കെ ഇങ്ങനെ സംഭവം ഉണ്ട്, ഇതൊക്കെ ഒരു പേഴ്സ്പെക്റ്റീവാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നപ്പോഴാണ്. ഇതിപ്പം നമ്മൾ വിചാരിക്കും ഒരു ടേബിള്, അത് കാണുമ്പോൾ ടേബിള് നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. വരച്ചു തുടങ്ങുമ്പോൾ ഇതെന്താ ചരിഞ്ഞിരിക്കുന്നത്, ഇതെന്താ ഒരു സൈഡ് മാത്രം കോണിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോഴാണ് നമുക്ക് ഫാക്കൽറ്റീസിൻ്റെ അപ്പം പറഞ്ഞ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും. ഇവൻ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസ് നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്യും. അവർ ചെയ്യിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേറെ കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആർട്ടോവയൊക്കെ നടക്കുമ്പം നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ ഐഡിയാസ് എടുക്കുന്നു, അവരുടെ തിങ്കിങ് പ്രോസസ്സ് കാണുന്നു, ഫാക്കൽറ്റീസിൻ്റെ തിങ്കിങ് പ്രോസസ്സ് കാണുന്നു. അതൊക്കെ ഒരു ഡിസൈനർ എന്നുള്ള നിലയിൽ വളരാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വരയ്ക്കൽ മാത്രമല്ല ഇവിടെ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, ആർട്ടോവയുടെ ഭാഗമായിട്ടും മറ്റ് പലതരം കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടും നമ്മൾ 3D ഫോംസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടോപ്പിക് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഗ്രൂപ്പായിട്ട്. അതൊക്കെ വലിയ വലിയ പഠനങ്ങളായിരുന്നു ഇവിടെ നിന്ന് കിട്ടിയത്. സോ ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ആർട്ടോവ എന്ന് പറയുന്നത് തിങ്കിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇന്റർ ബ്രാഞ്ച് കോമ്പറ്റീഷൻ ആണ്. സോ ആർട്ടോവയ്ക്ക് ഒരു റോളിംഗ് ട്രോഫി ഒക്കെ ഉണ്ട്. ബേസിക്കലി ആർട്ടോവയിൽ നമ്മൾ ആർട്ട്, കൾച്ചർ, ഡിസൈൻ ആൻഡ് അക്കാഡമിക്സിൻ്റെ ബേസിസിലാണ് ഇവൻറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാറ്. സോ സ്റ്റുഡൻസിൻ്റെ സ്കിൽസ് നമ്മൾ ഇതിൻ്റെ ബേസിസിലൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് ആർട്ടോവയ്ക്ക് ഒരു ലീഡർ ബോർഡൊക്കെ ഉണ്ട്, ആൻഡ് ആ ലീഡർ ബോർഡ് ടോപ്പ് ചെയ്യുന്ന ബ്രാഞ്ച് ആയിരിക്കും ആ വർഷത്തെ ചാമ്പ്യൻസ്. അപ്പോൾ അതാണ് ബേസിക്കലി എന്താണ് ആർട്ടോവ എന്ന് പറഞ്ഞാൽ. സോ ആർട്ടോവയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ആർട്ടോവയിൽ ഞങ്ങൾ ബേസിക്കലി ഒരു വലിയൊരു സ്കൾപ്ചറായിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വന്നത് വിക്രം സാറിൻ്റെ ഐഡിയാസും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഐഡിയാസും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് അതിനകത്തു നിന്നൊരു ഐഡിയ തിരഞ്ഞെടുത്ത് എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പേപ്പർ വെച്ചിട്ട് ഒരു വലിയൊരു സ്കൾപ്ചറിങ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയ. എന്നിട്ട് അതിനകത്ത് നമ്മുടെ മെമ്മറീസ് ആയിട്ടുള്ള കുറേ ഒബ്ജക്ട്സ്, ലൈക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു ഗുഡ് വില്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളൊരു സംഭവമായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തിങ്കിൻ്റെ 30th ആനിവേഴ്സറി വന്നപ്പോഴും ഒരെണ്ണം ചെയ്തായിരുന്നു, ഒരു സ്കൾപ്ചർ തന്നെ. അതും കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ അങ്ങനെയൊക്കെ. പിന്നെ ഓണത്തിന് നമ്മൾ ചെയ്തായിരുന്നു.
ഓണത്തിന് നമ്മൾ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഡിസൈൻ രീതിയിലാക്കാനായിട്ട് ക്രാഫ്റ്റ് യൂസ് ചെയ്ത് പേപ്പർ വെച്ചുള്ള ഫ്ലവേഴ്സ്, നമ്മളെല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളായിരുന്നു. പെയിന്റിംഗ് ആയിട്ട് കുറവായിരുന്നു, ഫുള്ളും ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് എല്ലാവരും ഇൻവോൾവ് ആക്കുന്ന രീതിയിൽ ഉള്ള ഇതായിരുന്നു. ആട്ടോയ്ക്ക് എങ്ങനെയായിരുന്നു? നിങ്ങൾ ബ്രാഞ്ച് വൈസ് നല്ല ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു? ഓ, അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തത് ഗൗതമി, ഞങ്ങളുടെ ഫാക്കൾട്ടി ഗൗതമി ചേച്ചി ആണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. അത് ചേച്ചിക്ക് കിട്ടിയ പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അത് പുറത്തുനിന്നുള്ളൊരു വർക്ക്, ക്ലാസ്സിൽ പോലും അല്ല. ഒരു ദിവസം വൈകിട്ട് പറഞ്ഞു, പിറ്റേ ദിവസവും കൂടെ സമയമുണ്ട്. പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ തിങ്കിലുള്ള അടുത്ത ദിവസത്തെ ഫാക്കൾട്ടി അശ്വിൻ സാറായിരുന്നു. അശ്വിൻ സാറിനെ ഗൗതമി വിളിച്ചു പറഞ്ഞു, തിങ്കിലെ എല്ലാവരും ഒത്തുചേർന്നു, ഫാക്കൾട്ടീസും എല്ലാവരും, കുട്ടികളെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാം അവിടെ പോയി നിന്ന് ആ ദിവസം ഞങ്ങളൊരു 10 രൂപ ഇട്ടതേ ഉള്ളൂ. ചാർട്ട് പേപ്പർ, കളർ പേപ്പർ മാത്രം വാങ്ങിച്ചിട്ട് അവിടെ ഫുൾ സെറ്റാക്കി, ഒരു ഹാൾ ഫുൾ സെറ്റാക്കി. വി വർ സോ പ്രൗഡ്. ഞങ്ങൾ ഒരൊറ്റ 24 മണിക്കൂർ കൊണ്ട് ആ ദിവസം 24 ഇല്ല, രാവിലെ 9 മണിക്ക് തുടങ്ങി 2 പരിപാടി തുടങ്ങണം. അങ്ങനെ അത് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫുൾ അതും ഒറിഗാമി വർക്ക്സ് ആയിരുന്നു. പഴയ ന്യൂസ് പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ പഴയ ചെയ്ത ചാർട്ട് പേപ്പേഴ്സ് ബാക്കിയുള്ളത്, അപ്പം അങ്ങനെ മാക്സിമം റീയൂസ് ചെയ്യുക. എന്നിട്ട് ആ ഹോൾവേ ഒക്കെ നോക്കുമ്പോൾ ലൈക്ക് പേപ്പർ വർക്ക്സ് ആണ്, പക്ഷെ അത് ആ ഒരു ഡിഫറൻസ് അത് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. കാരണം ആ ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ എല്ലാവരും ഓരോ ടേബിളിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഇവിടെ നിന്ന് അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവരും ചെയറിൻ്റെ മുകളിൽ ഇതിരുന്ന് കയറ് കെട്ടി എല്ലാം റെഡിയാക്കുന്നു. ക്ലാസ്സിലൊക്കെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന, ലൈക്ക് ഒരു അറ്റത്തിരിക്കുന്ന, ഇവിടെ വരുമ്പോൾ ഫുൾ എനർജി, എല്ലാം ചെയ്യുന്നു, ഓടുന്നു, എല്ലാം റെഡിയാക്കുന്നു. അപ്പം അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ടീം വർക്കായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. അതൊരു നല്ലൊരു മെമ്മറബിൾ തിങ് ആയിരിക്കും അല്ലേ? തിങ്കിന്ന് പോകുമ്പോൾ മാറ്റി നമ്മൾ അവരും ഭയങ്കര ഹാപ്പി ആയി നമ്മൾ കാരണം മറ്റേത് ജസ്റ്റ് സ്റ്റോൾസ് ആയിരുന്നു, ആരും അങ്ങനെ നോട്ടീസ് ചെയ്യില്ലായിരുന്നു. അപ്പം നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് അവർ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതുപോലെ നിങ്ങൾ പലപ്പോഴും ഓണർഷിപ്പ് എടുക്കേണ്ട ഇതുപോലത്തെ ഓരോ പ്രോഗ്രാംസ് വരും നിഫ്റ്റിലൊക്കെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് നല്ലൊരു എക്സ്പോഷർ ആണ് ശരിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ എക്സാം പ്രെപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് പോകാം. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു 1 ഇയർ ലോങ് പ്രോസസ് ആയിരുന്നു. ഇപ്പം നിങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തവരാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സാം ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്? എന്നെ സംബന്ധിച്ച് അരിത്തമെറ്റിക്സ് എനിക്കൊരു സ്ട്രോങ് സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അതൊരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് അതിനൊരു 30% അറ്റൻഷനും ബാക്കി എൻ്റെ ഡ്രോയിങ്ങിനും സിറ്റുവേഷൻ ടെസ്റ്റിനും വേണ്ടിയുള്ളതിനായിരുന്നു ഞാൻ അറ്റൻഷൻ കൊടുത്തത്. ബട്ട് നമ്മൾ അതിനെ അങ്ങനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നിഫ്റ്റിനകത്ത് വേണം, ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അവിടെ ഡ്രോയിങ്ങിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കുന്ന അവിടുത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ്. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഫുൾ A4 ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു. നമുക്കപ്പം തിങ്കിന്ന് കിട്ടുന്ന ഒരു പ്രാക്ടീസ് കൊണ്ടാണ് നമ്മൾ ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് A4 നമ്മൾ വരച്ച് തീർത്തത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കംപ്ലീറ്റ് ചെയ്തു. തിങ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യത്തില്ലായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. തിങ്ക് നമ്മൾ പാതി കിട്ടിയിട്ടൊക്കെ പോകും, പക്ഷെ അവിടത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഇങ്ങനെ സിറ്റുവേഷൻ ടെസ്റ്റിന് ഇവിടെ എങ്ങനെയാണോ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിട്ടത്, ഇത് സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ചോദിച്ചത്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് മാത്രം മതി. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമൊന്നും ഇല്ല അവിടെ ചെയ്യാൻ. അവിടെ ചോദിച്ചു എല്ലാം നമുക്ക് ചെയ്യാനറിയാം. നമ്മളെ ടൈം മാനേജ് ചെയ്യാൻ നമ്മുടെ ഐഡിയാസിൽ അപ്പോഴത്തെ ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രം മതി. ആ ഒരു നീറ്റ്നെസ് ഒക്കെ ക്ലീൻ കീപ്പ് ചെയ്ത് ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചെയ്താൽ മാത്രം മതി. പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു തിങ്കിന്ന് നമ്മൾ കിട്ടത്. ഫാഷൻ ഇപ്പോൾ പറഞ്ഞു ഡ്രോയിങ് പാർട്ട് കുറച്ചുകൂടെ ബെറ്ററായി തിങ്കിൽ വന്നിട്ട്. അപ്പം അത് എന്ത് രീതിയിലുള്ള ട്രെയിനിങ്സ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്? ഇവിടുന്ന് എല്ലാ തരത്തിലും ഇപ്പം ഓരോ ദിവസം ഓരോ ക്ലാസ് കൃത്യമായിട്ടുള്ളൊരു മോഡ്യൂൾ ഉണ്ടായിരുന്നു. അത് ഫാക്കൾട്ടീസിനും കൊടുത്തിരുന്നു, സ്റ്റുഡൻസിനും അറിയായിരുന്നു എല്ലാം പഠിപ്പിക്കും എന്ന്. അപ്പം ഒരു ദിവസം വന്നിട്ട് ഹ്യൂമൻ ഫിഗർ ആയിരിക്കും, അതൊരു ചിലപ്പം ഒരാഴ്ചത്തെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ 3 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് അവർ പഠിപ്പിക്കാൻ പറ്റുന്ന അത്രയും പഠിപ്പിക്കും. ബേസിക്സ് നമ്മളെ തറാക്കിയിട്ടേ വിടത്തുള്ളൂ. ബാക്കി നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതും കൂടിയാണ്. ഹ്യൂമൻ ഫിഗേഴ്സ്, പെർസ്പെക്റ്റീവ്, ലൈൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് മുതലാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഡ്രോയിങ്ങിൽ പക്കയാണ് തിങ്ക് വന്നത്. ഡ്രോയിങ് എനിക്ക് തിങ്കൊരു വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെയധികം. കാരണം ഡ്രോയിങ്ങിൽ ഞാൻ പറയുകയാണെങ്കിൽ 0 ആയിട്ടായിരുന്നു ഞാൻ തിങ്കി വന്ന് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ആ നിഫ്റ്റിൻ്റെ ആ എക്സാമിന് അവിടെ പോയിരുന്ന് അത്രയെങ്കിലും വരയ്ക്കാൻ പറ്റിയെങ്കിൽ അതിന് കാരണക്കാർ തിങ്ക് തന്നെയാണ്.
അത് ഞാൻ എവിടെയും പറയും. ഞാനും പറയും. അപ്പോൾ ഡിസൈനിങ് പഠിക്കണമെങ്കിൽ ഡ്രോയിങ് സ്കിൽ ഇല്ലെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് 6 months കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തിങ്കിലൊക്കെ വന്ന് ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സക്സസ് സ്റ്റോറി അത് ആക്ച്വലി ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ആവശ്യമാണ് ഇത് നേടുക എന്നുള്ള അത് വെച്ച് പഠിക്കുവാണെങ്കിൽ നല്ല എളുപ്പം നമുക്കത് ക്യാച്ചപ്പ് ചെയ്യും. പിന്നെ ഫാക്കൽറ്റി എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ലൈക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എക്സ്ട്രാ ക്ലാസ്സസ് ആണെങ്കിലും അതല്ല എപ്പം എല്ലാ ഡ്രോയിങ്ങിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലാതെ കോൺടാക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ എപ്പോഴും ഉള്ളതുകൊണ്ട് ലൈക്ക് നമുക്കൊരു പാടില്ലായിരുന്നു. പക്ഷെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കാൻ റെഡി ആണെങ്കിൽ നല്ല പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ ഡ്രോയിങ് പാർട്ടിനെ പറ്റി സംസാരിച്ചു. ഗാറ്റ് പാർട്ടിൽ എങ്ങനെയായിരുന്നു ക്ലാസ്സസ് ഒക്കെ? ഇവിടെ ഡെയിലി മോർണിംഗ് ഡ്രോയിങ് ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഗാറ്റ് റിലേറ്റഡ് ഇപ്പം GK അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സ് ഇത് ആ ഒരു വീക്കിൽ എല്ലാ സബ്ജക്ട്സും ഒരിക്കലെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ആ ഒരു നമുക്ക് ഡിഫറൻസ് അറിയുന്നത് നമ്മളിപ്പം സ്കൂളിലാണെങ്കിൽ എല്ലാ സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഇവിടെ ഫുൾ MCQ ആയതുകൊണ്ട് സ്റ്റെപ്പിന് അവിടെ ഒരു ഇതില്ല. അത് നമ്മളൊരു 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഭയങ്കര ഷോർട്ട് കട്ട് ഉണ്ട്. ലൈക്ക് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടാവുന്ന രീതിയിൽ. അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു ഇതിൽ വരാത്ത പിള്ളേർക്ക് ഇവരിരുന്ന് ഈ സ്റ്റെപ്പ് ഫുള്ളും ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുമ്പം ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യും. ഇത് നമുക്ക് ഒരു ആൻസർ കിട്ടും, പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തെങ്കിൽ അതെന്താണ് മിസ്റ്റേക്ക് ഒന്ന് നോക്കാനുള്ള ഒരു സമയം കൂടെ നമുക്കൊരു എക്സ്ട്രാ കിട്ടും. അപ്പം അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് കിട്ടും. ഈ പ്രോബ്ലം ചെയ്തു വരുന്നതിൻ്റെ ഒക്കെ ആ ഒരു പാടേ ഇല്ല. കാരണം നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് വന്നിട്ട് കിട്ടുന്ന ആൻസർ ചിലപ്പോൾ ഓപ്ഷനിൽ പോലും കാണത്തില്ല. അപ്പം ആ ഒരു പാനിക് ആകുമ്പം വീണ്ടും നമ്മൾ ഡിലേ ആകും. കാരണം എല്ലാം ആ ഒരു 2 hours 100 ക്വസ്റ്റ്യനാണ് ഉള്ളത്. എല്ലാത്തിനും സെയിം വെയിറ്റേജ് ആണ്. അപ്പം നമ്മൾ മാത്സ് ഒക്കെ ആകുമ്പം എസ്പെഷ്യലി നമ്മൾ ഇരിക്കാൻ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. കാരണം ചിലത് നമ്മൾ ജസ്റ്റ് നോക്കി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതറിയാം നോക്കാം, പക്ഷെ ആൻസർ കിട്ടൂല. പക്ഷെ അറിയാമെന്നുള്ള ആ ഒരു കുഞ്ഞു കോൺഫിഡൻസിൽ നമ്മൾ ഇരുന്ന് അതിന് ടൈം സ്പെൻഡ് ചെയ്യും കൂടുതൽ. അപ്പം അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി ഇവിടെ വന്നപ്പോൾ. കാരണം കുറേ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫോണിലായിട്ടും ചെയ്തിട്ടുണ്ട്, അല്ലാതെ റിട്ടേൺ ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നോ? അല്ലെ സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം കോച്ചിങ് എടുത്തിട്ടാണോ ചെയ്തത്? ഫസ്റ്റ് ടൈം കോച്ചിങ് എടുത്തു. പക്ഷെ ഞാനപ്പം ഈ അരിത്തമെറ്റിക്സിനൊന്നും ലൈക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അത് കാരണം ഞാൻ ഇംഗ്ലീഷും GK മാത്രം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും 10 മിനിറ്റ് ഉണ്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും. അതും റിവൈസ് ഒന്നും ചെയ്തില്ല. അത് ഇരുന്ന് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പം ഫുൾ ആൻസറും എഴുതി റിവൈസും ചെയ്തു. എന്നിട്ടും 20-30 മിനിറ്റ് ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ അത്രയും നമുക്ക് ആ ടൈം കിട്ടും. ടൈം മാനേജ്മെന്റ് പഠിക്കും നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും. കാരണം ഇപ്പോൾ വീക്കിലി ആണെങ്കിൽ 3 മോക്ക് ടെസ്റ്റ് ചെറുതായിട്ട്. അപ്പം ആദ്യമൊക്കെ തുടങ്ങുമ്പം പിന്നെ ആ പ്രോപ്പർ 3 hour എക്സാം ആയിട്ട് അത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എക്സാംസ് മാത്രമായിട്ട്. അപ്പോൾ ഫുൾ മോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ടൈം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ അത് ആ എക്സാം ഹാളിൽ പോകുമ്പോൾ ഒരു ടെൻഷൻ. കാരണം ഇവിടുത്തെ ഒരു എക്സാം എഴുതുമ്പോൾ ഫീല് ചിലപ്പോൾ നമുക്ക് വരത്തുമില്ല. അങ്ങനെ ഒരു ഡിഫറൻസ്. ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ പല വെറൈറ്റിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കും. നമുക്കപ്പം അവിടെ ചെന്ന് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒന്നെങ്കിൽ നമുക്ക് അറിയാവുന്ന മോഡലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടുന്ന മോഡലായിരിക്കും. എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഇവിടുന്ന് മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് തന്നെ കിട്ടും. ഓരോ മോക്ക് ടെസ്റ്റുകളിലും പല വേരിയൻറ്റുകളായിരിക്കും. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, പല വേരിയൻറ്റുകളായിരിക്കും. ചിലപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരിക്കും വരുന്നത് ആ ക്വസ്റ്റ്യൻസിനകത്തെല്ലാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെത്തേഡ് ഉണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് ചെയ്താൽ കിട്ടും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എക്സാമിന് ഫേസ് ചെയ്തിട്ടുള്ളൂ. പ്രിലിംസിന് അങ്ങനെയായിരുന്നു. അപ്പോൾ സിറ്റുവേഷൻ ടെസ്റ്റിൻ്റെ ഒക്കെ എങ്ങനെയാ പ്രാക്ടീസും അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സിറ്റുവേഷൻ ടെസ്റ്റിന് ഇവിടുന്ന് തന്നെ നമ്മൾ കുറേ മെറ്റീരിയൽസ് ചെയ്ത് പഠിക്കും. ഇപ്പം നമ്മൾ OHP ഷീറ്റ് എടുത്ത് പശ ഒട്ടിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. പക്ഷെ അത് വീട്ടിലിരുന്നാലും നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളത് അറിയാത്ത പോലും ഇല്ല. കാരണം നമ്മൾ OHP ഷീറ്റ് വെച്ച് ചെയ്യാൻ ശ്രമിക്കത്തില്ല. പക്ഷേ തിങ്കി വന്നുകൊണ്ട് ഇവിടുത്തെ പ്രാക്ടീസ് കാരണം ഇവർക്കറിയാമല്ലോ, ഫാക്കൽറ്റീസിന് അറിയാം എന്തൊക്കെ തരാം. അപ്പം അവർ നമുക്ക് വേറെ ആൾട്ടർനേറ്റ് മെത്തേഡ്സ് പഠിപ്പിച്ച് തരും. പശു ഉപയോഗിക്കാണ്ട് എങ്ങനെ ചെയ്യാം. നമ്മൾ പശു ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വൃത്തികേടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിന് പകരം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, ആൾട്ടർനേറ്റ് മെത്തേഡ്സ് കുറേ പഠിപ്പിക്കും. അപ്പം നമ്മൾ ടൈം മാനേജ് ചെയ്യാനും പഠിക്കും, ഒരു ക്രൈസിസ് എങ്ങനെ ഫേസ് ചെയ്യാനും പഠിക്കാൻ പറ്റും. സിറ്റുവേഷൻ ടെസ്റ്റിന് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഓരോ മെറ്റീരിയൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കും. ഓരോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി, അതെങ്ങനെ യൂസ് ചെയ്യണം, അത് എവിടെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു
പ്രോപ്പർട്ടി എവിടെ ആയിരിക്കും നമുക്ക് ആപ്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മളത് എവിടെ യൂസ് ചെയ്തായിരിക്കും നമുക്കതൊരു ഗ്രേസ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ സിറ്റുവേഷൻ ടെസ്റ്റിൻ്റെ ഭാഗത്ത് പ്രാക്ടീസ് നമുക്ക് തരുന്നതിനകത്ത് തന്നെ. പിന്നെ അതുമല്ല, ഇതാണെങ്കിൽ പറഞ്ഞ കണക്കിന് നമുക്കിപ്പോൾ മാക്സിമം നമ്മൾ ഗം അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം സ്മഡ്ജ് ആവും, കൈ തട്ടിയിട്ട് ഒരുപാട് ബ്ലാക്ക് പാച്ചസ് വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് പറഞ്ഞു തരും. സ്ലിറ്റിംഗ് മെത്തേഡ് അതെല്ലാം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മാക്സിമം ഗം അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ നീറ്റ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മോഡലിന്. അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിൽ എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ ടെസ്റ്റ്? എക്സാം നമുക്ക് ഫേസ് ചെയ്യുമ്പം നമുക്ക് പുതുമയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് അവിടെ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എങ്ങനെയായിരുന്നു, ആ മോഡൽ ചെയ്ത എങ്ങനെയായിരുന്നു നമുക്ക് അപ്പം ഓർമ്മ വരും. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കുമ്പം ലൈക്ക് അവർ തരുന്ന കളേഴ്സും തരുന്ന ക്വസ്റ്റ്യനും തമ്മിൽ ചിലപ്പോൾ ബന്ധം കാണില്ല. കാരണം ഭയങ്കര ബ്രൈറ്റ് കളേഴ്സും വൈബ്രൻറ്റ് കളേഴ്സും തരും, പക്ഷെ ആ യൂസ് ചെയ്യേണ്ട സ്ഥലമായിരിക്കില്ല. അപ്പം അതെങ്ങനെ നമുക്ക് മ്യൂട്ട് ചെയ്യുക, ലൈക്ക് സ്ട്രൈപ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം വേറെ ആ ഒരു കളർ തന്നെ പല ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ അതെങ്ങനെയായിരിക്കും, ബ്രൈറ്റ് ആവും, ഡള്ളാവും. അപ്പം നമുക്ക് ആ ഉള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അപ്രോപ്രിയേറ്റ് ആക്കാമെന്നുള്ളതും ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. കാരണം ഒരു കളർ തന്നെ പല കളറിൻ്റെ മുകളിൽ വെക്കുമ്പോഴും പല രീതിയിൽ അത് കാണുന്ന ആ ഒരു എഫക്റ്റ് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അപ്പം അതും പോരാതെ നീറ്റ്നെസ്, ആ പേപ്പർ നമ്മൾ വിചാരിക്കും പേപ്പർ കട്ട് ചെയ്യുക സിമ്പിളാണ്, പക്ഷെ അല്ല, അതിനും ഒരു ദിവസമായിരുന്നു ക്ലാസ്. ഇത് സ്കോർ ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുക. കാരണം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റ്നെസ്. ആ കട്ട് ചെയ്തതിനൊക്കെ നല്ല പെർഫെക്ഷൻ അവർ അത്രയും നോക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് അത് പഠിച്ചുകൊണ്ട് അത്രയും നീറ്റായിട്ട് തന്നെ അവിടെ ചെയ്യാനും പറ്റി. അതിന്റെ സ്കിൽസ് ഡെവലപ്പിംഗ് ആയിരുന്നു വൺ ടേക്ക് അവേ ഫ്രം തിങ്ക്. അപ്പൊ നിങ്ങളുടെ മെയിൻ ടേക്ക് അവേ ഫ്രം തിങ്ക് എന്തായിരുന്നു? ഐഡിയാസ് ഡിസൈൻ തിങ്കിങ്. എങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയാസിനെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അതിന്റെ വേറെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്ത് വന്നിട്ടാണ് പഠിച്ചത്. പിന്നെ ആ ഐഡിയ എങ്ങനെ 3D മോഡലാക്കാം എന്നുള്ളതും പഠിക്കും. കാരണം നമുക്ക് കുറെ ഐഡിയ കാണില്ലേ, ഇങ്ങനെ ഷെൽഫ് ഉണ്ടാക്കണം, പക്ഷെ മെറ്റീരിയൽ വരത്തില്ല. എക്സിക്യൂട്ട് ചെയ്യാം അത് ഏതൊക്കെ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക. കാരണം നമുക്കിവിടെ 3D മോഡൽ ഗ്രൂപ്പായിട്ട് ഒരു ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ ഇത്, പോസ്റ്റ് ഓഫീസ്, പിന്നെ ഒരു എന്താണ് ഹോട്ടൽ പോലെ. അപ്പം ലൈക്ക് ഇതിന്റെ കോർക്കില്ലേ, വൈൻ ബോട്ടിലിന്റെ കോർക്കും കൊണ്ട് ഷവർമ അത് സൂം ചെയ്ത് നോക്കി ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഷവർമയുടെ ഇതാണ്. അങ്ങനെ പല രീതിയിൽ ഈ മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെയും ചെയ്യാം. പല പല ഐഡിയാസ് കാണും. എല്ലാവരുടെയും ഐഡിയ ഗ്രൂപ്പ് ആകുമ്പം ഒരാൾക്ക് തന്നെ എത്ര ഐഡിയ വേണം, ഇത്രയും പിള്ളേരുടെ ആ ഐഡിയയുടെ ഒരു ഡിഫറൻസ് നമുക്ക് ആ ഒരു എല്ലാ ഐഡിയാസും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ വരും. അപ്പൊ എക്സാം ആകുമ്പോൾ നമുക്ക് ഇതിലൊക്കെ ഏതെങ്കിലും ഒക്കെ എടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇത്രയും പിള്ളേരുള്ളതും ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സാമിന് വരുമ്പം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഒരു ഡിസൈനിൽ ഇവരുടെ എല്ലാവരുടെയും ഡിസൈൻ തിങ്കിങ് നമ്മുടെ ഒരു ഇതിൽ വരും. ഓൾറെഡി ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഐഡിയയുടെ കുറേ ഐഡിയാസ് നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മളപ്പോൾ അതിനകത്ത് നിന്ന് ഓരോന്നിന്നും ഓരോ കാര്യങ്ങൾ ആപ്റ്റായിട്ട് ചൂസ് ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് അപ്പോൾ എല്ലാവരുടെയും ഐഡിയാസ് നമ്മൾ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറെ ആൾക്കാരുടെ ഐഡിയാസിന്റെ ഒരു സം ടോട്ടലാണ്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മുടെ സ്ട്രെയിറ്റ് അവേ ഒരു ഐഡിയ അല്ല, കുറെ ആൾക്കാരുടെ അല്ലെങ്കിൽ കുറെ എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യാൻ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇവിടെ ചെയ്ത എക്സസൈസസ് എല്ലാം. ആസ് എ ഗ്രൂപ്പ് നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? ഇനി വല്ല എനിക്ക് മാറിപ്പോയതാണോ? ഞാൻ പ്രതീക്ഷിച്ച ഡിജിറ്റലല്ലേ. കഥയായിട്ടും കളിയായിട്ടും ഒക്കെ എന്തെങ്കിലും ഒക്കെ കാണും. പഠിപ്പിക്കുന്ന രീതി കുറെ കൂടെ ഫണ്ണാക്കുമായിരുന്നു. ബോളിക്ക് വേണ്ടി ഫൈറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടത്. ചിലവര് അടിപൊളിയായിട്ട് ഫേസ് മേക്കപ്പ് ഒക്കെ വീട്ടിൽ നിന്നേ ചെയ്തിട്ട് വന്നു. നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മൾ പഠിക്കണം. പലതരത്തിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അശ്വിന് എക്സാം ഹാളിൽ പിടിച്ചു വെച്ചെന്നൊക്കെ കേട്ടില്ല, അതെന്താണ്?